ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു ചാപ്റ്ററാണ്. നമ്മുടെ 4ാമത്തെ ചാപ്റ്ററായിട്ടുള്ള കൺസിഡറേഷൻ. എന്താണ് കൺസിഡറേഷൻ എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത്. കൺസിഡറേഷൻ ഈസ് എ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. ഒരു വാലിഡ് കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒന്നാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. കൺസിഡറേഷൻ ഇല്ലാതെ ഒരിക്കലും ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് പെയ്ഡ് ദ പ്രൈസ് ഇറ്റ് ഈസ് എ പ്രൈസ് പെയ്ഡ് ബൈ ദ പ്രോമിസി ഫോർ ദി ഒബ്ലിഗേഷൻസ് ഓഫ് ദി പ്രോമിസ്. ഒരു പ്രോമിസ് നടക്കുന്ന സമയത്ത് അതിൻ്റെ ഒബ്ലിഗേഷൻക്ക് പകരമായിട്ട് പ്രോമിസർക്ക് കൊടുക്കുന്ന പ്രൈസിനെയാണ് നമ്മളിവിടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. സെക്ഷൻ 2 ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം. എന്താണ് കൺസിഡറേഷൻ? ആസ് വെൻ അറ്റ് ദ ഡിസയർ ഓഫ് ദി പ്രോമിസർ the promisee or any other person has done or abstained from doing or does or abstain from doing or promise to do or to abstain from doing something, such act or abstinence or promise is called consideration for promise. ഇവിടെ എന്താണ്, ഒരു പ്രോമിസർ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം ഒരു കോൺട്രാക്റ്റ് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഒക്കെ ആയിരിക്കാം ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കുന്നത്. അതിന് പകരമായി പ്രോമിസറുടെ ഇഷ്ടപ്രകാരം പ്രോമിസി കൊടുക്കുന്ന ആ എമൗണ്ടിനെയാണ് നമ്മളിവിടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് എസെൻഷ്യൽസ് ആൻഡ് ലീഗൽ റൂൾസ് ഫോർ വാലിഡ് കൺസിഡറേഷൻ. ഒരു കൺസിഡറേഷൻ വാലിഡ് കൺസിഡറേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ എന്ത് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അതിൻ്റെ പ്രധാനമായിട്ടും വരുന്നത്. ഒന്നാമത് പറയുന്നത് കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദി പ്രോമിസർ. പ്രോമിസറുടെ താല്പര്യപ്രകാരമായിരിക്കണം ഇവിടെ കൺസിഡറേഷൻ കൊടുക്കേണ്ടത്. പ്രോമിസർ എന്താണോ താല്പര്യപ്പെടുന്നത് അതിനനുസരിച്ചായിരിക്കണം അവിടെ കൺസിഡറേഷൻ കൊടുക്കേണ്ടത്. കൺസിഡറേഷൻ മസ്റ്റ് ബി ഡൺ അറ്റ് ദ ഡിസയർ ഓർ റിക്വസ്റ്റ് ഓഫ് ദി പ്രോമിസർ. പ്രോമിസർ എന്താണോ ആവശ്യപ്പെടുന്നത് അതനുസരിച്ചായിരിക്കും, അവരുടെ രീതി എന്താണോ അതനുസരിച്ചായിരിക്കും കൊടുക്കേണ്ടത്. രണ്ടാമത്തെ പോയിൻ്റാണ് കൺസിഡറേഷൻ മേ മൂവ് ഫ്രം പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. ഇവിടെ എന്താണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് പ്രോമിസിയുമായി ബന്ധപ്പെട്ട മറ്റാരെങ്കിലും വ്യക്തികൾക്കും എന്ത് ചെയ്യാം ഇവിടെ കൊടുക്കാൻ വേണ്ടി സാധിക്കും. ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. പ്രോമിസർക്ക് കിട്ടിയാൽ മതി. ഒന്നുകിൽ പ്രോമിസിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ പ്രോമിസുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുക്കാം. കൺസിഡറേഷൻ മേ ബി പ്രൊസീഡ് ഐദർ ഫ്രം ദി പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. കൺസിഡറേഷൻ എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്. പാസ്റ്റ് ഉണ്ട്, പ്രസൻറ്റ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്. ആദ്യം നോക്കുന്നത് എന്താണ് പാസ്റ്റ് കൺസിഡറേഷൻ. ഇഫ് ദ പ്രോമിസർ ഹാഡ് റിസീവ്ഡ് ദ കൺസിഡറേഷൻ ബിഫോർ ദ ഡേറ്റ് ഓഫ് പ്രോമിസ്. ഒരു പ്രോമിസ് നടക്കുന്നതിൻ്റെ മുമ്പ് ഇവിടെ പ്രോമിസർ കൺസിഡറേഷൻ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെയാണ് പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അഥവാ ഇങ്ങനെ ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കൺസിഡറേഷൻ സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പാസ്റ്റ് കൺസിഡറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സർവീസസ് ഒരാൾക്ക് ചെയ്തു കൊടുത്തു, നമ്മളത് ആ സമയത്ത് നമ്മൾ കോൺട്രാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലേന്ന്, പക്ഷേ നമ്മളൊരു സർവീസ് ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ നമ്മൾ ആദ്യം ക്യാഷ് കൊടുത്തു. അതിന് ശേഷമാണ് നമ്മൾ പറയുന്നത് ഈ ക്യാഷ് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാഷ് അയാളുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മളൊരു പുതിയ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, ആദ്യം കൊടുത്ത ക്യാഷ് എന്ത് ചെയ്തു ഈ കോൺട്രാക്റ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഓൾറെഡി കൺസിഡറേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് പ്രസൻറ്റ് ഓർ എക്സിക്യൂട്ടഡ് കൺസിഡറേഷൻ. അഥവാ if the promiser receive consideration simultaneously with his promise. പ്രോമിസ് നടക്കുന്നത് എപ്പോഴാണോ ആ സമയത്ത് തന്നെ എന്ത് ചെയ്തു കൺസിഡറേഷൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് പ്രസൻറ്റ് ഓർ എക്സിക്യൂട്ടഡ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ഫ്യൂച്ചർ ഓർ എക്സിക്യൂട്ടറി കൺസിഡറേഷൻ. ഫ്യൂച്ചർ ഓർ എക്സിക്യൂട്ടറി കൺസിഡറേഷൻ when the consideration on the both side ഈസ് ടു മൂവ് അറ്റ് ഫ്യൂച്ചർ ഡേറ്റ്. കൺസിഡറേഷൻ നടക്കുന്നതും അതുപോലെ തന്നെ പ്രോമിസ് നടക്കുന്നത് ഫ്യൂച്ചർ ഡേറ്റിലാണ്, അല്ലെങ്കിൽ രണ്ടുപേരും പരസ്പരം ഈ ഗുഡ്സ് കൈമാറുന്നതും ക്യാഷ് കൊടുക്കുന്നതും എല്ലാം എന്താണ് ഫ്യൂച്ചർ ഡേറ്റിലാണെങ്കിൽ അതിനെയാണ് ഫ്യൂച്ചർ ഓർ എക്സിക്യൂട്ടറി കൺസിഡറേഷൻ എന്ന് പറയുന്നത്.
നാലാമത്തെ പോയിൻ്റാണ് കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ്. ഒരിക്കലും തന്നെ കൺസിഡറേഷൻ മതിയായ രൂപത്തിലുള്ള അല്ലെങ്കിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള എമൗണ്ട് വേണമെന്നൊരു നിർബന്ധമില്ല. നോമിനൽ ആയിട്ടുള്ള കൺസിഡറേഷൻ ആയാലും ഒരു കുഴപ്പമില്ല. ഇനാഡിക്വസി ഓഫ് ദി കൺസിഡറേഷൻ വിൽ നോട്ട് ഇൻവാലിഡേറ്റ് എ കോൺട്രാക്റ്റ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു 20,000 രൂപ വിലയുള്ള ഒരു എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് അത് ഇയാൾ കൊടുത്തത് 10,000 രൂപക്കാണ് എന്ന് കരുതിയിട്ട് അവിടെ വാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും തന്നെ കോൺട്രാക്റ്റ് ഇൻവാലിഡ് ആവില്ല. എന്താണ്, ഇനാഡിക്വേറ്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ ആണ് എങ്കിലും അതെന്താണ്, വാലിഡാണ്. 10,000 രൂപേൻ്റെ സാധനം 1,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതും എന്താണ്, കൺസിഡറേഷനായിട്ട് നമുക്കിവിടെ കൂട്ടാൻ പറ്റും. പക്ഷെ എന്താണ്, അൺലെസ് ഇറ്റ് ഈസ് എവിഡൻസ് ഓഫ് എ ഫ്രോഡ്, അതിൽ ഫ്രോഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തും വേണം. അങ്ങനെ ഇല്ലെങ്കിൽ മാത്രമാണ് അതെന്താവുന്നത്, വാലിഡ് കൺസിഡറേഷൻ ആവുന്നത്. അടുത്ത പോയിൻ്റാണ് ഇറ്റ് മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഇല്യൂഷറി. കൺസിഡറേഷൻ എന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ളതായിരിക്കണം, ഇല്യൂഷറി ആവാൻ പാടില്ല. വേർ ദ കൺസിഡറേഷൻ ഈസ് ഫിസിക്കലി ഇമ്പോസിബിൾ, ലീഗൽ അൺസർട്ടൈൻ, ഇല്യൂഷറി, ഇറ്റ് ഈസ് നോട്ട് എ റിയൽ ആൻഡ് ദെയർ ഫോർ ഷാൾ നോട്ട് ബി വാലിഡ് കൺസിഡറേഷൻ. ഇത് ഇല്ലീഗൽ ആയിട്ടുള്ളതോ അൺസർട്ടൈൻ ആയിട്ടുള്ളതോ ഇല്യൂഷറി ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ ഒന്നും എന്തല്ല, വാലിഡ് അല്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു വൈഫ് മരിച്ചു, ഒരാളുടെ വൈഫ് മരിച്ചു. അപ്പോൾ ഒരാൾ പ്രോമിസ് ചെയ്യാണ്, നിങ്ങളുടെ വൈഫിന് ജീവൻ നൽകി തിരിച്ചു കൊണ്ടുവരാം, അതിൽ നിങ്ങൾ എനിക്ക് 5 ലക്ഷം രൂപ പ്രതിഫലം തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്തല്ല, വാലിഡ് അല്ല. അതാണ് ഇവിടെ പറയുന്നത്. അതൊരു ഇല്യൂഷറിയാണ്, അല്ലെങ്കിൽ അൺസർട്ടൈൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെന്തല്ല, ഇവിടെ നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷനായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. അടുത്ത പോയിൻ്റാണ് കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ. നിയമപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ കൺസിഡറേഷനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നിയമം വിലക്കിയിട്ടുള്ള കൺസിഡറേഷൻ ഈസ് അൺലോഫുൾ ഇഫ് ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ എനി ലോ. ഏതെങ്കിലും ഒരു ആക്ട് പ്രകാരം ചെയ്യാൻ പാടില്ല, തെറ്റാണ് എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഇറ്റ് ഇൻവോൾവ് ഓർ ഇംപ്ലൈസ് ഇഞ്ചുറി ടു ദ പേഴ്സൺ ഓർ ദ പ്രോപ്പർട്ടി ഓഫ് അനദർ. അഥവാ അല്ലെങ്കിൽ ഒരാളുടെ ദേഹോപദ്രവം ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ഒരാളുടെ സ്വത്തിന് നാശം സംഭവിക്കുക എന്നുള്ള എന്നതാണ് കൺസിഡറേഷൻ എങ്കിൽ അതെന്തല്ല, വാലിഡ് അല്ല, അത് ലോഫുൾ അല്ല, അൺലോഫുൾ ആണ്. അല്ലെങ്കിൽ ഇമ്മോറൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി, പബ്ലിക് പോളിസികൾക്ക് എതിരായിട്ടുള്ളത്, അഥവാ പൊതുസമൂഹത്തിന് ദോഷം സംഭവിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം, അതാണ് കൺസിഡറേഷനായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് എങ്കിൽ അതെന്തല്ല, കൺസിഡറേഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, അതെന്തല്ല, വാലിഡ് കൺസിഡറേഷൻ അല്ല. ഇനി ലാസ്റ്റ് പോയിന്റ് പറയുന്നതാണ് ഇറ്റ് മസ്റ്റ് ബി സംതിങ് വിച്ച് ദ പ്രോമിസറി ഈസ് നോട്ട് ഓൾറെഡി ബൗണ്ട് ടു ഡു. ഇപ്പോൾ ഒരു പ്രോമിസർ ഓൾറെഡി ഒരു കോൺട്രാക്റ്റിൽ ഉണ്ട് എങ്കിൽ ഓൾറെഡി ചെയ്യാൻ അയാൾക്ക് ബാധ്യതയുള്ള ഒരു കാര്യം അത് ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും അവിടെ പൈസ കൊടുക്കേണ്ടതില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പോലീസ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ് ഒരു കേസ് അന്വേഷിക്കുക എന്നുള്ളത്. അപ്പോൾ അയാൾ കേസ് അന്വേഷിക്കുക എന്നുള്ളത് അതിന് നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് അയാളുടെ ഡ്യൂട്ടിയാണ്. ഓൾറെഡി അയാൾ ബൗണ്ട് ചെയ്തതാണ് അങ്ങനെ ഒരു ഡ്യൂട്ടി. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും പൈസ കൊടുക്കുകയാണെങ്കിൽ അതെന്തല്ല, ശരിയായ മാർഗമല്ല. അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ്, നിലവിലുള്ളൊരു കോൺട്രാക്റ്റ്, ആ കോൺട്രാക്റ്റിൽ ഓൾറെഡി അയാളുടെ ഡ്യൂട്ടി പറഞ്ഞിട്ടുണ്ട്, അത് അയാൾ ചെയ്യേണ്ടതാണ്. ആ കോൺട്രാക്റ്റിലുള്ള ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി അഡീഷണൽ ആയിട്ട് പിന്നെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതെന്തല്ല, അതാണ് ഇവിടെ പറയുന്നത്, അത് വാലിഡ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ അല്ല. ഒരാൾ ചോദിക്കുകയാണ്, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു മൊത്തത്തിൽ ഒരു ബിൽഡിംഗ് പെയിൻറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് 1 ലക്ഷം രൂപ കോൺട്രാക്റ്റ് എടുത്തു. എന്നിട്ട് ഞാൻ ചെയ്ത് വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ചോദിക്കുകയാണെന്ത്, അല്ലെങ്കിൽ ആ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഞാൻ വീണ്ടും ഒരു 10,000 രൂപ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തല്ല, വാലിഡ് കൺസിഡറേഷൻ അല്ല. കാരണം എന്താണ്, ഇയാൾക്ക് ഓൾറെഡി ഇയാളുടെ പണിയാണെന്ത്, ആ ബിൽഡിംഗ് കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. അതല്ലാത്ത നിലവിൽ ബൗണ്ട് ചെയ്തിട്ടുള്ള അയാളുടെ ഉത്തരവാദിത്വത്തിലുള്ള ഒരു കാര്യമാണ് എങ്കിൽ അതിനെന്ത് ചെയ്യേണ്ട, അഡീഷണൽ ആയിട്ട് കൺസിഡറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കൺസിഡറേഷൻസിൽ വരുന്നത്. ഓക്കെ, ബാക്കി കാര്യം നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.